ഉപയോഗിച്ചത് ഈ കോൺഗ്രസ് വിജിലൻസിനെ ഉപയോഗിച്ചത് ഈ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കെതിരെ മന്ത്രിമാർക്കെതിരെ ഉയർന്നു വരുന്ന ആക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട തെളിവുകൾ നശിപ്പിക്കുക പൊളിക്കുക അത്തരം കാര്യങ്ങളാണ്. ഇപ്പോൾ വിജിലൻസ് വിജിലൻ്റായി പ്രവർത്തിക്കുന്നു. അഴിമതി ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പേ പറഞ്ഞല്ലേ ഇവിടെ അഴിമതിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കും, വിജിലൻസിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കും. ആ നിലപാട് സ്വീകരിക്കുമ്പോൾ വെറുതെ പുകമറ സൃഷ്ടിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയമായ ഒരു തലം ഇല്ല എന്ന് താങ്കൾക്ക് പറയാൻ കഴിയില്ല, ഉണ്ട് എന്നാണ് ബിജു പറഞ്ഞത്. ഞാനത് ശ്രീ ബിജു പറഞ്ഞത് ഒരു തെറ്റിദ്ധാരണ മൂലമായതുകൊണ്ട് ഞാനത് പൂർണ്ണമായി നിഷേധിക്കുന്നു. കാരണം അഴിമതി അന്വേഷിക്കുന്ന കാര്യത്തിൽ ഒരു രാഷ്ട്രീയവും ഞങ്ങൾ കാണുന്നില്ല. ഞങ്ങൾ ഒരു കാലത്തും അഴിമതിക്കാരെ സംരക്ഷിച്ചിട്ടില്ല. അഴിമതിക്കെതിരെയുള്ള പോരാട്ടം ആര് നടത്തിയാലും. പിന്നെ ഒരു കാര്യം, ഇവിടെ ഇപ്പോൾ വിജിലൻസ് ഡയറക്ടർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ധാരണ, അദ്ദേഹം ചാർജ് എടുത്തപ്പോൾ പറഞ്ഞില്ല ഞാൻ മഞ്ഞക്കാർഡ് കാണിക്കും, ചുവപ്പ് കാർഡ് കാണിക്കുന്നു. എന്തൊരു അസംഭവം! ഒരു സ്വാഭാവികമായ ഒരു എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി ഉള്ള ആൾക്ക് അങ്ങനെ പറയാൻ പറ്റും. ഒന്നത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ വിജിലൻസ് ഡയറക്ടർക്ക് ചില നിയന്ത്രണങ്ങളുണ്ട്. ഗവൺമെൻറ് ആഭ്യന്തര വകുപ്പ് നൽകുന്ന ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അന്വേഷണം നടത്താൻ പറ്റൂ. രണ്ടാമത്തെ കാര്യം, സാധാരണ സെൻട്രൽ വിജിലൻസ് കമ്മീഷണറുണ്ട്. ആ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർക്ക് മാത്രമേ ഇങ്ങനെ കാർഡൊക്കെ കാണിക്കാൻ പറ്റൂ. ഇവിടെ അങ്ങനെ ഇല്ല. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ശ്രീമതി നളിനി നെറ്റോ അല്ലെങ്കിൽ ഹോം സെക്രട്ടറി ആ ജോലി ഉത്തരവാദിത്തം നിർവഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം തീർച്ചയായും കേരളത്തിലും ഒരു വിജിലൻസ് കമ്മീഷനെ നിയമിക്കണം. വിജിലൻസ് കമ്മീഷണർക്ക് തീർച്ചയായും ഒരാൾ ചുവപ്പ് കാർഡ് കാണിക്കാനും മഞ്ഞക്കാർഡ് കാണിക്കാനുള്ള അധികാരമുണ്ട്. വിജിലൻസ് ഡയറക്ടർ അത് ഏത് ഉദ്യോഗസ്ഥനായും അന്വേഷണം നടത്താനും അത് ഗവൺമെൻറ്റിൻ്റെ പരിഗണനയോടുകൂടി കോടതി സമീപിക്കാനേ അധികാരമുള്ളൂ, അവകാശമുള്ളൂ. അതിലാരും തടസ്സമില്ല. ഞാൻ ഇവിടെ ബിജു പറയുന്നത് കേട്ടാത്തൊന്നും കോൺഗ്രസ് ആണ് ഇവിടെ ഭരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയട്ടെ, ഒരു ഇത്രയും ഉദ്യോഗസ്ഥർക്കെതിരെ ഈ നിലയ്ക്കുള്ള അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നും ആ അന്വേഷണങ്ങളുമായി മുന്നോട്ട് പോയാൽ ഈ ഉദ്യോഗസ്ഥരൊക്കെ ഈ നിലയ്ക്ക് അസ്വസ്ഥരാകുമെന്നൊക്കെ എന്തായാലും കേരളം മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഒരു ഘട്ടത്തിലാണ് എന്നുകൂടി വാസ്തവമില്ല. അല്ല, ഓരോ കാലഘട്ടത്തിലും അന്വേഷണങ്ങൾ നടക്കുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ അസ്വസ്ഥരാകാറുണ്ട്. അവിടെ വില്ലേജ് ഓഫീസിൽ ഒരു പിയൂണ് മുതൽ അഡീഷണൽ സെക്രട്ടറി വരെയുള്ള നോൺ IAS ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ എങ്ങനെയും കുതിര കയറാം. അതേസമയം സിവിൽ സർവീസ് IAS IPS പേരിലൊരു അന്വേഷണം വരുമ്പോൾ അത് ഏത് കാലഘട്ടത്തിലായാലും അവരുടനെ അവരുടെ അസോസിയേഷൻ കൂടിയിട്ട് ഞങ്ങളുടെ ജോലി തടസ്സപ്പെട്ടു, ഞങ്ങളെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നൊരു ധാരണ പരത്താറുണ്ട്. അത് ശരിയല്ല. ആരുടെ പേരിലും അന്വേഷണം നടത്തുന്നുണ്ട്. രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഇവിടെ ഒരു കാര്യം പറയാം, ഒരു ഗവൺമെൻറ്റിൽ അത് ഏത് മന്ത്രിയാണെങ്കിലും ഉത്തരവ്, ഇവിടെ ഇപ്പോൾ ശ്രീ ജയരാജൻ പുറത്തു പോയില്ലേ, ജയരാജൻ പുറത്തു പോയപ്പോൾ ആ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്ന ആരാ? ജയരാജനല്ലല്ലോ. അതിൻ്റെ അവസാന ഉത്തരവ്, അതായത് നോട്ട് തയ്യാറാക്കി മന്ത്രിക്ക് സമർപ്പിക്കുന്നത് ഒരു ഗവൺമെൻറ് സെക്രട്ടറിയാണ്, ഒരു IAS ഉദ്യോഗസ്ഥനാണ്. അന്ന് ആ സമയത്ത് ഒരു IAS ഉദ്യോഗസ്ഥൻ ഇത് തെറ്റാണ് എന്ന് ഏതെങ്കിലും ഒരു മന്ത്രിയോട് പറഞ്ഞാൽ അത് ഒരിക്കലും ഒരു മന്ത്രിയും പാസ് ഓൺ ചെയ്യില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതിൻ്റെ അർത്ഥം എവിടെ ഒരു അഴിമതി നടന്നാലും അതിൻ്റെ ഒരു പങ്ക് ഈ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കുണ്ട്. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ കാലഘട്ടത്തിലായാലും അതൊരു സത്യമാണ്. പിന്നെ CPMനുണ്ട് പ്രത്യേകത എന്ന് പറയുമ്പോൾ അവർക്ക് പലതരത്തിൽ ഇവരെ ഭീഷണിപ്പെടുത്തി വരുതിക്ക് കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ 2 ദിവസമായി ഒരു സക്കീർ ഹുസൈൻ തന്നെ ഇപ്പോൾ പാർട്ടി ഗ്രാമത്തിലാണ് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലാണ് അദ്ദേഹം ഒളിച്ച് താമസിക്കുന്നത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ എറ്റിനറി പോലീസ് മാധ്യമങ്ങളിലൂടെ പറയുകയാണ് അദ്ദേഹം ഊട്ടിയിലേക്ക് പോയിരിക്കുന്നു, അദ്ദേഹം അവിടെ നിന്ന് വിരാജ്പേട്ടയിലേക്ക് പോയിരിക്കുന്നു. എന്തൊരു നാണക്കേടാണ്! മനസ്സിലായില്ലേ ഒരു യുവ വ്യവസായിയെ ഭീഷണിപ്പെടുത്തിയത്. അപ്പം ഞങ്ങൾ ഇക്കാര്യത്തിലൊന്നും രാഷ്ട്രീയം കാണുന്നില്ല. സത്യസന്ധമായി പറഞ്ഞാൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത് എനിക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുന്നു, ഇവിടെ അരാജകത്വം ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുള്ള പ്രവൃത്തിയിൽ ഉണ്ടായിരിക്കുന്നു. ആത്യന്തികമായി ഈ വിഷയത്തെ ഒരു ഗുരുതരമായ തലത്തിലേക്ക്, കാരണം ആരാണ് ഇതിൽ ശരി ആരാണ് തെറ്റ് എന്ന് വേർതിരിച്ച് കാണാൻ കഴിയാത്ത തലത്തിലേക്ക് എത്തിക്കുന്നതിൽ ഒരു പങ്ക് താങ്കൾക്കും ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം താങ്കളുടെ പശ്ചാത്തലം ആ നിലയ്ക്ക് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും ഈ കേസ് ഈ ഒരു സ്ഥാപിത താല്പര്യം താങ്കൾക്ക് ഇതിന് പിന്നിലുണ്ട് എന്ന് പറഞ്ഞു വയ്ക്കാവുന്ന, എളുപ്പത്തിൽ പറഞ്ഞു വയ്ക്കാവുന്ന അല്ലെങ്കിൽ ആരോപിക്കാവുന്ന ഒരു അവസ്ഥ ഈ ഉദ്യോഗസ്ഥർക്കുണ്ട്. ഞാൻ അതാണ് വന്നപ്പോൾ സത്യം ആദ്യം പറഞ്ഞത്. 2 ക്രിമിനൽ കേസിലെ പ്രതിയാണ്. 2 ക്രിമിനൽ കേസിൽ എന്നെ പ്രതി ചേർത്തിട്ടുണ്ട്. എന്നെ കോടതി ശിക്ഷിച്ചിട്ടില്ല, എന്നെ കോടതിയിൽ ട്രയൽ വന്നിട്ടില്ല, കോടതിയിൽ ചാർജ് ഷീറ്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ ചാർജ് ഷീറ്റ് കൊടുത്ത് കോടതിയിൽ ട്രയൽ വരണം. പിന്നെ ഇപ്പോൾ നമ്മളൊന്ന് പരിശോധിക്കണം, കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ ഓക്കെ, അവർക്ക് എന്നെ അയിത്തം കൽപ്പിക്കാം, അവർക്ക് എന്നെ വെറുക്കപ്പെട്ടവനായിട്ട് കരുതാം. പക്ഷേ കോടതിയിലിരിക്കുന്ന കേസാണ്. എങ്കിൽ പിന്നെ എത്രയോ IAS ഉദ്യോഗസ്ഥർക്കെതിരെ ഇപ്പോൾ കോടതിയിൽ FIR ഇരിക്കുന്നു, എത്രയോ IPS ഉദ്യോഗസ്ഥർക്കെതിരെ കോടതിയിൽ FIR ഇരിക്കുന്നു. ഞാൻ ജേക്കബ് തോമസ് സാർ വന്നതിന് ശേഷമല്ലല്ലോ ഞാനിത് അങ്ങനെ ഈ സംവിധാനമായിട്ട് ഇറങ്ങിയത്. ഈ സംവിധാനമായിട്ട് ഞാൻ പൊതുപ്രവർത്തന രംഗത്ത് 3 വർഷം കൊണ്ട് നിൽക്കുകയല്ലേ. എൻ്റെ പിന്നിൽ ഇൻ്റലിജൻസ് വിഭാഗമുണ്ട്, എൻ്റെ പിന്നിൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ട്.
അവർക്കൊക്കെ കണ്ടുപിടിക്കാം ഞാൻ ജേക്കബ് തോമസിൻ്റെ ബിനാമിയാണെന്നോ ജേക്കബ് തോമസ് സാറുമായിട്ട് ഒരു ഫോൺ കോളെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടോയെന്നോ അദ്ദേഹത്തെ നേരിട്ട് എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്നോ എത്ര പ്രാവശ്യം വിജിലൻസ് ഓഫീസിൽ പോയിട്ടുണ്ടെന്നോ ഇതൊക്കെ കണ്ടുപിടിക്കാം. പക്ഷേ ഈ ശങ്കർ റെഡ്ഡി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ, ഞാൻ മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ചവനാണ്, കള്ളം പറയുന്നവനും കള്ളം ചെയ്യുന്നവനും കള്ളൻ എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അതുപോലെ ശങ്കർ റെഡ്ഡി സാറ് എങ്ങനെ വിജിലൻസ് ഡയറക്ടറായി? കണ്ണൂർ എയർപോർട്ടിന് അനുകൂലമായിട്ട് കിയാലിന് അനുകൂലമായിട്ട് ലോകായുക്തയിൽ റിപ്പോർട്ട് കൊടുത്തതിൻ്റെ പാരിതോഷികമായിട്ടാണ് ADGP റാങ്കിലുള്ള ആൾ വിജിലൻസ് ഡയറക്ടറായത്. അന്നേ സീനിയാരിറ്റി മറികടന്നു എന്ന് ഒരു വാർത്തയുണ്ട്. ബാർ കോഴ കേസ് അട്ടിമറിക്കാനെന്നുണ്ട്. അദ്ദേഹം വന്ന് പിറ്റേ ആഴ്ച പറഞ്ഞതെന്താ, CD-യിൽ സുകേഷനും ബിജു രമേശനും സംസാരിക്കുന്ന ഭാഗം മാത്രം ശരി, ബാക്കി CD-യിലെ 90% കള്ളവും. പിന്നെ പറഞ്ഞെന്താ, സുകേഷനും ബിജു രമേശനും തമ്മിൽ ബാർ മുതലാളിമാർ ഗൂഢാലോചന നടത്തി കേസ് ഉണ്ടാക്കിയതാണെന്ന്. ഇങ്ങനെയൊക്കെ ഒരു ഉദ്യോഗസ്ഥൻ പറയുകയും അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ പറയുന്നു എന്നെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ അനുവദിച്ചില്ല എന്ന്. ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ കളങ്കിതനായ ഉദ്യോഗസ്ഥനാണ്. ഞാനൊരു പൊതുപ്രവർത്തകൻ രംഗത്ത് നിൽക്കുന്നതെങ്കിൽ, ഞാൻ കളങ്കിതനായ വ്യക്തിത്വമാണെങ്കിൽ എന്നേക്കാൾ 100% കളങ്കിതനാണ് ശങ്കർ റെഡ്ഡി സാറ്. തിരിച്ചു വരാം വളരെ പെട്ടെന്ന് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.